ഹായ് ഫ്രണ്ട്സ്, ഇന്നലെ നമ്മൾ പറഞ്ഞു ഡയറക്റ്റ് റിപ്പോർട്ടർ സ്പീച്ച്. അപ്പോൾ ഇന്നലെ ഡിക്ലറേറ്റീവ് സെൻറ്റൻസിനെ എങ്ങനെയാണ് ഇൻഡയറക്റ്റ് സ്പീച്ചിലേക്ക് മാറ്റുന്നതെന്നാണ് നമ്മൾ ഇന്നലെ കണ്ടത്. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഇൻ്ററഗേറ്റീവ് സെൻറ്റൻസസ്. ഇൻ്ററഗേറ്റീവ് സെൻറ്റൻസ് എന്ന് പറഞ്ഞാൽ ക്വസ്റ്റ്യൻസ്. അതുതന്നെ രണ്ട് തരത്തിലുണ്ട്. ഒന്ന് യെസ് ഓർ നോ ക്വസ്റ്റ്യൻസ്. അതുകൊണ്ട് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് യെസ് ഓർ നോ ക്വസ്റ്റ്യൻസിനെ എങ്ങനെയാണ് ഇൻഡയറക്റ്റ് സ്പീച്ചിൽ മാറ്റുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി എന്താണെന്ന് വെച്ചാൽ ദാറ്റിന് പകരം നമ്മൾ ഉപയോഗിക്കുന്നത് വെദർ അല്ലെങ്കിൽ ഇഫ്. WHETHER വെദർ അല്ലെങ്കിൽ ഇഫ്, IF ഇഫ്. അതാണ് ഒരു ചേഞ്ച്. രണ്ടാമത്തെ ചേഞ്ച് എന്താണെന്ന് വെച്ചാൽ ഈ ടോൾഡ് അല്ലെങ്കിൽ സെഡ് ഇങ്ങനെയാ റിപ്പോർട്ടർ വെർബ് കിടക്കുന്നതെങ്കിൽ അതിനെ മാറ്റിയിട്ട് ആസ്ക്ഡ് എന്നാക്കണം. ASKED ആസ്ക്ഡ്. മനസ്സിലായി? മൂന്നാമത്തെ കാര്യം ക്വസ്റ്റ്യൻ മാർക്ക് മാറ്റണം. നാലാമത്തെ കാര്യം ക്വസ്റ്റ്യൻ രൂപം മാറ്റി അതിനെ ഡിക്ലറേറ്റീവ് ആക്കണം. ഇനി കാണാം. കണ്ടോ? He said, "Are you playing?" പെനാണ് he asked. സെഡിന് പകരം asked. asked കഴിയുമ്പോൾ ഒരു ഓബ്ജക്റ്റ് വേണം, ഒരു കർമ്മം. പെനാണ് he asked him. ദാറ്റ് അല്ല ഇവിടെ വെദർ. വെദർ കഴിഞ്ഞിട്ട് നോക്കണം he was playing എന്നാണ്. അതായത് സ്റ്റേറ്റ്മെൻ്റ് ആക്കി മാറ്റുകയാണ്. ആർ യു പ്ലേയിങ് എന്നുള്ളത് യു ഹി ആയി. ഇപ്പം ഹി ആദ്യം കൊണ്ടുവരുമ്പോൾ ഹി ഇവിടെ വരും. ഇത് വരുമ്പോൾ ആറിന് പകരം വാസ് വരും, പിന്നെ പ്ലേയിങ്. മനസ്സിലായി? ഇതാണ് എഴുതിയിട്ടുണ്ട് ഇവിടെ. ആസ്ക് പ്ലസ് ഓബ്ജക്റ്റ്, വെദർ അല്ലെങ്കിൽ ഇഫ്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ഫോം ചേഞ്ച് ചെയ്യണം. ക്വസ്റ്റ്യൻ ഫോം ചേഞ്ച് ചെയ്ത് കഴിയുമ്പോൾ ക്വസ്റ്റ്യൻ മാർക്കും പോകും. ഈ വെദറിന് രണ്ട് വെദറുണ്ട്. ഒന്ന് WEATHER. അതിൻ്റെ അർത്ഥം നമുക്കറിയാമല്ലോ, കാലാവസ്ഥയാണ്. ആ വെദർ അല്ല ഇവിടെ ഉപയോഗിക്കുന്നത്. WHETHER എന്നുള്ള വെദറാണ് ഉപയോഗിക്കുന്നത്. രണ്ടിൻ്റെയും പ്രൊനൗൺസിയേഷൻ, ഉച്ചാരണം ഒരുപോലെ ഇരിക്കും. വെദർ. പക്ഷേ ഒരു വെദറിൻ്റെ അർത്ഥം കാലാവസ്ഥയാണ്. WEATHER. WHETHER എന്നുള്ളതാണ് കൺജങ്ഷൻ അല്ലെങ്കിൽ നമ്മുടെ ആ കണക്റ്റിങ്. രണ്ട് ക്ലോസ് തമ്മിൽ, രണ്ട് സെൻറ്റൻസ് തമ്മിൽ കണക്ട് ചെയ്യുന്നു. ഹി ആസ്ക്ഡ് ഹിം വെദർ ഹി വാസ് പ്ലേയിങ്. ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി ഓർക്കുകയും സാധാരണഗതിയിൽ തെറ്റുവരുത്തുകയും ചെയ്യുന്നതാണ് ക്വസ്റ്റ്യനായിട്ട് നിലനിർത്തിപ്പോകും. അങ്ങനെ നിലനിർത്തരുത്. പിന്നെ എന്ത് ചെയ്യണം? ക്വസ്റ്റ്യൻസിനെ സ്റ്റേറ്റ്മെൻ്റ് ആക്കണം. ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ വെർബ് ആദ്യം, സബ്ജക്റ്റ് രണ്ടാമത്. സ്റ്റേറ്റ്മെൻറ്റ് അല്ലെങ്കിൽ ഡിക്ലറേറ്റീവ്സ് എന്ന് പറഞ്ഞാൽ സബ്ജക്റ്റ് ആദ്യം പിന്നെ വെർബ്. അങ്ങനെയാക്കി മാറ്റണം. മനസ്സിലായോ? അതായത് ഇതിനു മുമ്പ് നമ്മൾ ടെൻസൊക്കെ ഡിസ്കസ് ചെയ്ത കാലത്ത് ഞാൻ ഇതെല്ലാം ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇട്ട് കാണിച്ചു തന്നിട്ടുണ്ട്. ആ വീഡിയോസ് ഒന്ന് നോക്കുവാണെങ്കിൽ കൃത്യമായിട്ട് അറിയാം. ആർ യു പ്ലേയിങ്? അതിൻ്റെ സ്റ്റേറ്റ്മെൻ്റാണ് യു ആർ പ്ലേയിങ്. സബ്ജക്റ്റ് ആദ്യം പിന്നെ വെർബ് പിന്നെ ബാക്കി കാര്യം. മനസ്സിലായി? ഇതിപ്പം നമുക്കറിയാം പേഴ്സൺ മാറി, പിന്നെ ടെൻസ് മാറി. അതുകൊണ്ടാണ് വെദർ ഹി വാസ് പ്ലേയിങ് എന്നാണ്. ആ കാര്യങ്ങളൊക്കെ ഒന്ന് ഓർത്ത് നോക്കണം. ഓക്കെ, റൈറ്റ്. ഹിയർ സെക്കൻഡ് വൺ. ഹി സെഡ്, ഹാസ് യുവർ ഫാദർ കം ഹോം? എൻ്റെ അച്ഛൻ വീട്ടിൽ വന്നോന്നായിരിക്കും. അപ്പം എന്തൊക്കെയാണ് വന്നു കഴിയാണ്. അപ്പം ഹി ആസ്ക്ഡ് ദ ബോയ്, എന്തെങ്കിലും ഒരു ഓബ്ജക്റ്റ്. ഹി ആസ്ക്ഡ് ഹെർ അല്ലെ ഹി ആസ്ക്ഡ് ഹിം, എന്ത് വേണം ചെയ്യാം. ഹി ആസ്ക്ഡ് ദ ബോയ് ഇഫ്, അല്ല പകരം വെദർ മതി. ആസ്ക്ഡ് ദ ബോയ് ഇഫ് ഹിസ് ഫാദർ, your father, his father had come home. ഇതുണ്ടോ? ഇതാണ് ക്വസ്റ്റ്യൻ. ഹാസ്. അപ്പം അതിന് നമ്മൾ ഇത്
ക്വസ്റ്റ്യൻ വരുമ്പം വെർബ് ആദ്യം, പിന്നെ സബ്ജക്റ്റ് രണ്ടാമത്. പക്ഷെ ഇവിടെ വന്നപ്പോൾ കണ്ടോ, സബ്ജക്റ്റ് ആദ്യം, വെർബ് രണ്ടാമത്. ഈ മാറ്റം പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി 3, മദർ സെഡ്സ്, ഹാവ് യു ടേക്കൻ യുവർ ബുക്സ് വിത്ത് യു? ഇപ്പം മദർ ആസ്ക്ഡ് ഹെർ സൺ. ആരെങ്കിലും ആളോടാണോ ചോദിക്കുന്നത്? അപ്പം അങ്ങനെ ആളോട് ചോദിക്കുന്നതുകൊണ്ടാണ് ആസ്ക്ഡിന് ശേഷം ഒരു കർമ്മം വേണം, അല്ലെങ്കിൽ ഒരു ഒബ്ജക്റ്റ് വേണം എന്ന് പറയുന്നത്. ഇന്നലെ ഞാൻ പറയും ടോൾഡിൻ്റെ കാര്യം കഴിഞ്ഞ ക്ലാസ്സിൽ, അതിനും വേണം ഒരു ഒബ്ജക്റ്റ്. അതുപോലെ തന്നെ ആസ്ക്ഡ്, അതിനും ഒരു ഒബ്ജക്റ്റ് വേണം. അതാ കോണ്ടെക്സ്റ്റിൽ നമ്മൾ കണ്ടുപിടിക്കുക. ഇപ്പം സൺ, മദറാകുമ്പോൾ സണ്ണിനോടായിരുന്നു. അല്ലെങ്കിൽ മദർ ഒരിക്കലും ഫാദറിനോട് ചോദിക്കുകയല്ലോ ബുക്ക് എടുത്തുകൊണ്ട് പോയാണ്. ശരിയല്ല. അതാ ചോദിക്കുക, ഹാവ് യു ടേക്കൻ യുവർ ബുക്സ് വിത്ത് യു? മദർ ആസ്ക്ഡ് ഹെർ സൺ വെദർ, അല്ലെ ഇഫ് ആണെങ്കിലും മതി, വെദർ ഓർ ഇഫ് ഹി ഹാഡ് ടേക്കൻ ഹിസ് ബുക്സ് വിത്ത് ഹിം. പേഴ്സൺ ചേഞ്ച് ഉണ്ട്, ടെൻസ് ചേഞ്ച് ഉണ്ട്, ഇതൊക്കെ നോക്കണം. പക്ഷെ അതിൻ്റെ കൂടെ വേറൊരു ചേഞ്ച് ഉണ്ട്. ആ ചേഞ്ചാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ആ ചേഞ്ച് എന്താണ്? ക്വസ്റ്റ്യൻസിനെ സ്റ്റേറ്റ്മെൻ്റ് ആക്കി മാറ്റണം. എന്ന് പറഞ്ഞാൽ സബ്ജക്റ്റ് ആദ്യം ഇടണം, വെർബ് രണ്ടാമത് ഇടണം. ഓക്കെ, ഹിയർ വി ഗോ. 4ാമത്തെ, ദ മാസ്റ്റർ സെഡ്, ആർ യു റെഡി ഫോർ ദ ഷോ? അപ്പം the master asked his students if they were ready for the show. Question mark മാറ്റി ക്വസ്റ്റ്യൻ അല്ലാതാക്കി. അതായത് തന്നിരിക്കുന്ന ഡയറക്റ്റ് സ്പീച്ചിന് നമ്മൾ എന്ത് ചെയ്യണം? സ്റ്റേറ്റ്മെൻ്റ് ആക്കണം, ഡിക്ലറേറ്റീവ് ആക്കണം. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ക്വസ്റ്റ്യൻസിനെ സംബന്ധിച്ചിടത്തോളം. ഇപ്പം പ്രധാനപ്പെട്ട സംഗതികൾ എന്താണ്? ആസ്ക്ഡ് എന്ന് പറയുന്ന റിപ്പോർട്ടിംഗ് വെർബ് കൊണ്ടുവരണം സെഡിൻ്റെ പകരം. രണ്ടാമത്തെ വെദർ അല്ലെങ്കിൽ ഇഫ്, ഈ വാക്കുകൾ ഏതെങ്കിലും ഒന്ന് ഉപയോഗിച്ച് വേണം ഇൻഡയറക്റ്റ് സ്പീച്ച് തുടങ്ങാൻ. മൂന്നാമത്തെ എന്താണ്? തന്നിരിക്കുന്ന ക്വസ്റ്റ്യനെ സ്റ്റേറ്റ്മെൻ്റ് ആക്കണം. നാലാമത്തെ എന്താണ്? സ്റ്റേറ്റ്മെൻ്റ് ആകുമ്പോൾ ക്വസ്റ്റ്യൻ മാർക്ക് തന്നെ ഇല്ലെന്നായി. മനസ്സിലായോ? ബാക്കിയുള്ള പഴയതൊക്കെ ഓർത്തണം കേട്ടോ. പേഴ്സൺ മാറും, ടെൻസ് മാറും, അടുപ്പത്തെ കാണിക്കുന്ന വാക്കുകളിൽ അകലത്തെ കാണിക്കുന്ന വാക്കുകളാകും. ഈ കാര്യങ്ങളൊക്കെ ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാണ്. അതുകൊണ്ട് ഇതിന് മുമ്പ് നമ്മൾ ചെയ്ത വീഡിയോകളെല്ലാം നിങ്ങളൊന്ന് നോക്കുന്നത് നല്ലതായിരിക്കും. നോക്കും എന്ന് ഞാൻ വിശ്വസിച്ചുകൊണ്ട് നിർത്തുന്നു. ബൈ.